പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ലല്ലോ. അങ്ങനെ ചെറുതും വലുതുമായ കുടുംബ പ്രശ്നങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച് നമുക്ക് പ്രിയപ്പെട്ടവരായവരാണ് അളിയൻസ് കുടുംബാംഗങ്ങൾ. അളിയൻസ് കുടുംബത്തിലെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഹലോ അമ്പിളിക്കുട്ട, പറയൂ പറയൂ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. കേക്കാമോ? പറയുന്ന കേക്കാമോ? എന്റെ പൊന്നമ്പിളിക്കുട്ട, എനിക്ക് കേൾക്കാം. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, പറഞ്ഞോ. നേതാവേ, ഈ കഴിഞ്ഞ ലോക്സഭയില് DDT തൂത്തുവാരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മത്സരാർത്ഥി പോലും ജയിച്ചില്ലല്ലോ. എന്തെന്ന്? കേൾക്കുന്നില്ല, ഉറക്കെ പറ. കേക്കാന്ന് പറഞ്ഞതോ? നമ്മുടെ മത്സരാർത്ഥി എന്താ തോറ്റത്? എന്റെ പൊന്നു കൂട്ടുകാരെ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവരുടെ അത്രയും വോട്ട് നമുക്ക് കിട്ടിയില്ല, അത് എന്നാ കാര്യം. അതെ, പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ജയിച്ചില്ലെങ്കിൽ എന്ത്, മറ്റ് എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ തൂത്ത് വാരിയല്ലോ. എവിടെ? അത് തൂത്തെടുത്ത് തന്നെ. നിനക്ക് വേറെ വല്ലതും ചോദിക്കണ്ട. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, ഫോൺ വേടേ. അവനും അപ്പുറത്തോട്ട് ചാടി. എന്റെ കർത്താവിനാണ് ഓർമ്മ വെച്ച കാലം പോലും കേൾക്കാൻ തുടങ്ങിയാണ്. തോറ്റ എങ്ങനെ തോക്കാതിരിക്കും? കൂടെ കഴിയുന്ന ഭാര്യ പോലും വോട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ? അളിയൻ വേട്ട വിളിയ യവനായിരുന്നോ? വീടെത്തിയല്ലോ, ഇനി വീട്ടിൽ ചെന്നിട്ടേ നിൽക്കുന്നുള്ളൂ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. എടാ, നിൽക്കുന്ന ഒരാളിനോട് പിന്നെ നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെ നിൽക്കൂടെ? ഞാൻ ചോദിക്കണോ അതോ നീ പറയൂ? എടേ, നിന്റെ കടം മേടിച്ച പൈസയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് കുറച്ച് പൈസ വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തിരിച്ചു തന്നിരിക്കും. പൈസയെ കുറിച്ചല്ല, നീ കാണിച്ച തോന്നിയ കുറിച്ച്. ഓ, അതായിരുന്ന എന്റെ പൊന്ന് കനക. 16 കൊല്ലം മുമ്പ് നിന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയ കേസാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു പിടുത്തമില്ല. പറ്റുമെങ്കിൽ നീ നിന്റെ പെങ്ങളെടുത്ത് തന്നെ ചോദിച്ചിട്ട് എനിക്കൂടെ അതിനൊരു ഉത്തരം മേടിച്ചതാ. അത് പഴയത്, ഇത് പുതിയത്. മര്യാദക്ക് നീ പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ എന്റെ കൈ കരുത. എന്റെ കൈ അങ്ങ് മസനഗുടി വഴി ഊട്ടിക്ക് പോകുമല്ലോ. കുടുംബക്കാരോ വെച്ച് നാണം കെടുത്തിയാൽ പോരാ, നിന്ന് വീമ്പ് പറയുന്നോടാ. ആര് നാണം കെടുത്തി? എന്ത് നാണം കെടുത്തി? എനിക്ക് അത്യാവശ്യമായിട്ട് കക്കൂസി വേണം. നിന്റെ ഉടായ്പ നമ്പർ കാണിക്കരുത്. നിക്കവിടെ. ഈ പട്ടി അവനിച്ചിരി കടി കൂടുതലാ. അനാവശ്യം പറയരുത്. ക്രിമി കടി. നിന്റെ കെട്ടിയോന് ഇച്ചിരി പപ്പയ്ക്ക് തോരൻ വെച്ച് കൊടുത്തേ, അവന്റെ ക്രിമി കടി മാറട്ടെ. എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താ പ്രശ്നം? അവനാണ് പ്രശ്നം. അവനാണ് തോന്നിയാസം കാണിച്ചത്. എന്ത് തോന്നിയാസം കാണിച്ചെങ്കിൽ പറ. 16 കൊല്ലം മുമ്പ് നിനക്ക് ഞാനൊരു ജീവിതം തന്നില്ല തങ്കം. അന്ന് തുടങ്ങിയതായി അവന്റെ കുത്തുവാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട്. നെഞ്ചുവേദന മരണില്ലേ മോളെ? നിനക്ക് ഇതല്ലേ അവന്റെ അടവാ? മര്യാദക്ക് നിർത്തിക്കോ നിന്റെ ഈ അടവും പൂങ്കണ്ണീരും. കാര്യം പറയണ. ഇല്ല വേണ്ട, ഞാൻ തന്നെ പറയാം. എടി, രമണൻ ചിറ്റപ്പന്റെ സഞ്ജയനായിരുന്നില്ലേ എന്ന്? സഞ്ജയനെ കഴിഞ്ഞ് നമ്മളെല്ലാം വന്നല്ലോ. അതിനുശേഷം അവിടെ കാണിച്ച കോലാഹലം എന്താണെന്ന് നിനക്കറിയോ? എന്റെ കർത്താവേ, ഞാൻ രണ്ടാമത് ഇച്ചിരി ചോറ് ചോദിച്ചതും ഇച്ചിരി പായസം ചോദിച്ചതുമാണ് ആ കോലാഹലം. അല്ല, സഞ്ജയന് നടക്കുന്ന വീടിന്റെ മുന്നിൽ മൈക്കും വെച്ച് കേട്ട് നിന്റെ ഉറുമ്പോടി പാർട്ടിയുടെ മീറ്റിംഗ് നടത്തിയത്. ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പാർട്ടി ഓഫ് ട്രാവൻകൂർ, DDT. ഉറുമ്പോടി. അയ്യോ തങ്കം, ലിലിമോൾ, അതെന്താണെന്നറിയാമോ? അത് ഞങ്ങളുടെ മീറ്റിംഗ് അല്ല, പാർട്ടിയുടെ ലയന സമ്മേളനം. ലയിക്കാൻ വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ലേ ക്ലീറ്റോ ചേട്ടാ? നിങ്ങൾക്ക് അതികുന്താണ്. ആണടി, എനിക്ക് ആദികുന്തം തന്നെ, ആദികുന്തം. എന്റെ ഉള്ളില് ഉറങ്ങിക്കിടന്ന ആദികുന്തത്തെ പുറത്തെടുപ്പിച്ചതാ. ആ മരണൻ നിന്റെ രമണൻ ചിറ്റപ്പൻ. മരിച്ചു രമണൻ ചിറ്റപ്പനാ? രമണൻ ചിറ്റപ്പൻ അല്ലടേ, അയാളുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാം കൂടെ കുറെ അവിടെ നിന്നല്ല. അതുങ്ങളെല്ലാം കൂടെ എന്നോട് എന്താ കാണിച്ചത്? എന്താ കാണിച്ചത്? എടാ, എന്നെ പോലൊരു പ്രമുഖൻ അയാളുടെ മരണത്തിൽ പങ്കെടുക്കാൻ രാവിലെ 8 മണിക്ക് വെള്ളമായിട്ട് ഒരുങ്ങിക്കെട്ടി അവിടെ ചെല്ലുന്നു. വൈകുന്നേരം 5 മണിക്ക് അങ്ങനെ ശവം എടുക്കണത് പോലെ അവിടെ തേക്കും കിഴ പോലെ നിന്നു. എന്നിട്ട് ഈ നിന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലീറ്റോ മോന് ഇരിക്കടാ, നീ ഇരിക്കുന്നു പറഞ്ഞു ഒരു കസേര എടുത്തിട്ട് വന്നാടേ. എടാ, ഞങ്ങളല്ല അവിടെ കസേരല്ലേ ഇരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു കസേര കയറി ഇരുന്നാ പോരായിരുന്നു എനക്ക്. അയ്യേ, കൈയില്ലാത്ത കസേരയില്ല. അതിലിരിക്കാൻ എന്റെ പട്ടി വരും. എനിക്ക് ഇരുന്ന ഒരു താങ്ങ് വേണം. നിനക്ക് നല്ല താങ്ങാണ് വരേണ്ടത്. അല്ല ക്ലീറ്റോ, നിങ്ങൾ ഈ കസേര കിട്ടില്ല എന്ന് പറഞ്ഞാണ് അവിടെ പോയിട്ട് ഈ ബഹളം കാണിച്ചത്. കസേരയുടെ പ്രശ്നം ഞാൻ പോട്ടെന്ന് വെച്ച്. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഒരു ചെറുക്കൻ ഒരു താലത്തില് ഇങ്ങനെ മറ്റേ കട്ടൻ കാപ്പിയും കൊണ്ടുവരുന്നു. നല്ല പൊരി വെയിലത്ത് നിൽക്കുമ്പോൾ കട്ടൻ കാപ്പിയും കൊണ്ടുവരാണ് അണ്ണാക്ക് പൊള്ളിക്കാനായിട്ട്. ഞാൻ എന്നിട്ടും ആ ചെറുക്കനെ വിളിച്ചിട്ട് വളരെ മാന്യമായിട്ട് ചോദിച്ചു, മോനെ, ചേട്ടൻ ഇപ്പോൾ കാപ്പി കുടിക്കില്ല, ചേട്ടൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തരുമോ? അവൻ എൻ്റെ മുഖത്ത് നോക്കി തലയാട്ടിട്ട് ഒരൊറ്റ പോക്ക്. എന്നിട്ട് തന്നില്ലേ? എന്റെ ലില്ലി മോളെ, അവനെ പിന്നെ കണ്ടത് ഇന്ന് സഞ്ചയനത്തിനാ. ആണോ ക്ലീറ്റോ ചേട്ടാ?
അതും പോട്ടിലില്ല മോളെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മരിച്ച രമണൻ ചിറ്റപ്പൻ്റെ ചുറ്റുപാടും മോനിരിപ്പുണ്ട്, മരുമോനിരിപ്പുണ്ട്, അയാൾ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യയുണ്ട്, ചിറ്റമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച്. ഒരൊറ്റ എണ്ണം പേരിന് വേണ്ടി എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാത്തത്. അതെങ്ങനെ? അവർക്കെല്ലാം കരയാനുള്ള നേരമുള്ളൂ. ഏയ് അതൊരു മരണവിടല്ലായിരുന്നടാ. മരണ വീടാണെങ്കിൽ എന്ത്? ഇത്ര ആളുകൾ ഒത്തുകൂടുമ്പോൾ അവരോട് മാന്യമായിട്ട് പെരുമാറാൻ പറ്റാത്തവൻ മരിക്കരുത്. ലിലിമോളെ, ഇനി നീ പറ, ഞാൻ അവിടെ മൈക്ക് സെറ്റ് വെച്ച് കെട്ടി പരിപാടി നടത്തിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല ക്ലീറ്റോ ചേട്ടാ. ക്ലീറ്റോ ചേട്ടനെ പരിഗണിക്കാഞ്ഞതേ ഭയങ്കര മോശമായി. അത് തന്നെ. എടി മരണ വീട്ടിൽ പരിഗണന കൊടുക്കേണ്ടത് മരിച്ച ആൾക്കല്ലേ. ജീവിച്ചിരുന്നപ്പോൾ ആ ചിറ്റപ്പൻ ആ വീട്ടുകാർ പരിഗണന കൊടുത്തിരുന്നെങ്കിൽ അങ്ങേര് ഇന്നും ജീവിച്ചിരുന്നേ. ഓ ശരി, അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ കൊറോണ മിച്ചിട്ട് അനിയത്തി മരിച്ചപ്പോ കൊടങ്ങാവിളയിൽ ഞാനും വന്നല്ലോ. മഹിളാ പ്രമുഖയായ ഞാൻ, എന്നെ ആരും പരിഗണിച്ച് കണ്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയോ? അയ്യേ, അതിന് ക്ലീറ്റോ ചേട്ടനെ പോലെയാണോ ചേച്ചി? 4 പേർ അറിയുന്ന ഒരു പദവിയിൽ എത്തട്ടെ, അപ്പൊ ചേച്ചിക്ക് വേണ്ട പരിഗണന കിട്ടും. ഇതെന്ത് വർത്തമാനാ നീ പറയുന്നത്? അപ്പൊ പെൺപുലിയുടെ ശാഖ ആരാ? ഞാനല്ലേ? അതിന് ശാഖ അങ്ങ് ഒറ്റക്ക് വളർന്നതല്ലോ, ശിഖരമായ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. ആ ഇങ്ങനെയുള്ള ശിഖരമാണെങ്കിലേ ആ ശിഖരം ഞാനങ്ങ് വെട്ടും. അങ്ങനെയാണെങ്കിൽ അത് മൂടോടെ കരിയും. കാണാടി. കാണാം. ഞാനില്ലെങ്കിൽ കാണായിരുന്നു ഇപ്പൊ പെൺപുലിയുടെ അവസ്ഥ. എന്താടാ? ആദ്യം പറഞ്ഞോണ്ടിരുന്ന കാര്യത്തിന് തീരുമാനോട്ടെ, അത് കഴിഞ്ഞ് മതി കഴുത പുലിയും ചീറ്റപ്പുലിയൊക്കെ. എന്ത് പെൺപുലി? ആ പെൺപുലി പെൺപുലി. ഒന്നിടാ വിളി അല്ലെങ്കിൽ ഡീ വിളി. പറ. എടാ നാണുണ്ടടാ എനക്ക്? മരണ വീട്ടിൽ പോയിട്ട് കഞ്ഞിയും കറിക്കും പരാതി പറഞ്ഞേക്കുന്നത്. അയ്യോ, അത് കണ്ടടാ എനിക്കും ചോദിക്കാനുള്ളത്. നാണമുണ്ടോ ആ കുടുംബത്തിന്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പേപ്പർ പ്ലേറ്റിൽ കഞ്ഞി കൊടുക്കോ? സത്യം പറയാനുള്ള ലില്ലിമോളെ, എനിക്കങ്ങോട്ട് ദഹിച്ചേ ഇല്ല. അത് കിഴങ്ങിട്ട കറിയായത് കൊണ്ടായിരിക്കും ക്ലീറ്റോ ചേട്ടാ ദഹിക്കാഞ്ഞത്. അയ്യേ, ശാഖയുടെ ഒരു കോമഡി. മാറിക്കങ്ങോട്ട്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എനിക്ക് ആ പ്രവൃത്തി അങ്ങോട്ട് ദഹിച്ചില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ എനിക്ക് അവരുടെ കഞ്ഞിയും കറിയൊന്നും വേണ്ട. നീ കഞ്ഞിയായോണ്ടല്ലേ കഴിക്കാറുണ്ട്? കഞ്ഞി ആയത് കൊണ്ടാണല്ലോ നീ കഴിക്കാതിരുന്നത്. സംഭവിച്ചൊക്കെ സംഭവിച്ചു. ഇനി മേലിൽ ഞങ്ങളുടെ കുടുംബക്കാർക്കെതിരെ നീ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത എന്റെ തനിക്കുണ നീ കാണും. ഞാൻ ഇനിയും പറയും. അത്രയ്ക്ക് ആഴത്തിലാണ് എന്റെ ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്നത്. ഇയാളുടെ എല്ലാ ചരമവാർഷികത്തിനും ഞാൻ അവിടെ മൈക്കും വെച്ച് കെട്ടിട്ട് എനിക്ക് വായി വരണം മുഴുവനും ഞാൻ പറയും. അന്ന് നീ എന്നല്ല കാണാൻ പോകുന്നത്, കനകം പോലീസിനായിരിക്കും. എടാ, നിന്നെക്കാളും വലിയ നക്ഷത്രമുള്ള ഏമാമാര് എന്റെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചിരിക്കും. പിന്നെയാണ് ഡൂക്കിൽ നീ ഇനി വാ തുറന്ന നീ അതിലും വലിയ നക്ഷത്രം കാണും. തുറക്കൂടാ ഞാൻ. വാ. അയ്യോ, എന്നെ പിടിച്ച് നീ അത്രയും കറങ്ങണമായിരുന്നു അടി, അതല്ലേ ഇതല്ല ഇറങ്ങിയത്. അടിച്ചെന്നാ കൈ കൊണ്ടതേ ഉള്ളു. ലില്ലിമോളെ ഒരു വിരൽ മാത്രമേ കൊണ്ടുള്ളൂ. ഈ മന്ദക്കം പോലത്തെ കൈ എന്റെ കവിളിൽ വന്ന് പതിച്ചടാ. ചേച്ചി വെറുതെ കള്ളത്തിന് പറയരുത്. ഞാൻ എന്റെ കണ്ണുകൊണ്ടാണ് ക്ലീറ്റോ ചേട്ടൻ ഒരു വിരല് മാത്രമേ കൊണ്ടുള്ളൂ. അല്ല വിരലെങ്കിൽ വിരല്, എന്റെ പെങ്ങക്ക് നേരെ വിരളി വരുത്തില്ലടാ. ഏയ്, ആവേശം കൊള്ളാം. പക്ഷേ സംഗതി തണുത്ത് അടി കഴിഞ്ഞിട്ട് അരമണിക്കൂറായി. തണുത്ത്, നല്ലോണം തണുത്ത്. മതിയായി. ഇനി ഒരു നിമിഷം ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കില്ല. ഇത്ര നാളും വാക്കേറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കയ്യേറ്റമായി. ഇത് നമ്മുടെ കുടുംബക്കാര് സഹിക്കോ കനക? നീ പറ. അതുകൊണ്ട് എനിക്കിനി ഡിവോഴ്സ് വേണം. ഡിവോഴ്സ്. ഇനി നീ അവനെ സഹിക്കണ്ട, നീ ഇറങ്ങി മാടി. അയ്യോ, ചേച്ചിക്ക് ക്ലീറ്റോ ചേട്ടനെ വേണ്ടെങ്കിലേ ക്ലീറ്റോ ചേട്ടന് ചേച്ചിന്റെ പണ്ടേ വേണ്ട. അല്ല ലില്ലിമോളെ, എന്റെ ക്ലീറ്റോ ചേട്ടാ, അവർക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട. ലില്ലി, നീ മിണ്ടരുത്. യവൻ ഒറ്റൊരുത്തൻ കാരണ നീ എന്റെ തലയിലായത്. ഓഹോ, കുറെ വർഷമായി ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആരും എന്നെ കഷ്ടപ്പെട്ട് ചുമക്കണ്ട. അങ്ങനെയാണെങ്കിലേ എനിക്ക് വേണം ഡിവോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഡിവോഴ്സ്. 2 അല്ല 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 പേരും ഡിവോഴ്സ്. എന്നാ നമുക്കിനി കോടതി വെച്ച് കാണാം. ഒന്ന് നിർത്തിക്കേ. ഇത് എന്തുവാ ഇത്? നിങ്ങൾക്ക് മാത്രം ഇവിടെ താമസിച്ചാൽ മതിയോ? കുറെ നേരമായിട്ട് ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അയ്യോ, കണ്ടോണ്ടിരിക്കാൻ ഇവിടെ എന്താ വല്ല മെഗാഷോ നടക്കുന്നുണ്ടാ? പ്രകാശോ, എന്തൊരു ബഹളമാ അത്? അളിയനും കൂടെ. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ ചെയ്വനാളൊക്കെ ഞങ്ങൾ നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കാനേ നേരമുള്ളൂ. ഹലോ, ഒന്ന് നിർത്തിക്കേ. ഞങ്ങൾ അളിയൻസ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കണ്ട് നിങ്ങൾക്ക് ചിരിയല്ലേ വരുന്നുള്ളൂ, കരച്ചിലൊന്നും വരുന്നില്ലല്ലോ. പിന്നെ ചുമ്മാ ചിരിക്കാൻ. അനീഷ്, രവി, റിയാസ്, മഞ്ജു പത്രോസ്, സൗമ്യ അവർ നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടാവും. കുടുംബത്തിലെ ബാക്കി മെമ്പേഴ്സ് എല്ലാവരും എവിടെ?
നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. കൗമുദി ടിവിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമാണ് അളിയൻസ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ് അനീഷേട്ടൻ. ശരിക്കും അന്ന് മുതൽ ടി വിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു സീരിയലിലെ മമ്മൂക്കയാണല്ലേ. നമ്മളൊരു ക്ലീശ ചോദ്യം ചോദിക്കണ്ടേ, അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഗ്ലാമറിന്റെ രഹസ്യം? നമ്മൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ എല്ലാവർക്കും ചിരിയല്ലേ വരുന്നത്. അപ്പോൾ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ സന്തോഷം. എന്തായാലും നമ്മുടെ ചാനലിൻ്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട നിങ്ങളുടെ സപ്പോർട്ടാണ്, സ്നേഹമാണ് ഞങ്ങളെ ഞങ്ങളാക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നാളിങ്ങനെ ഞങ്ങളിങ്ങനെ ഈ കുടുംബവും കുഞ്ഞു കുഞ്ഞു വിഷമവും തല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം റിയാസക്കയും ജോയിൻ ചെയ്യുന്നുണ്ട്, UAE പ്രവാസികളോട്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. റിതം ഓഫ് അറേബ്യ എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ കൗമുദിയുടെ ഈ വാർഷികാഘോഷ പരിപാടിയിൽ ഭാഗമായുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ആ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അതിന് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരോടും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കണം. താങ്ക് യു സോ മച്ച്. മഞ്ജു ചേച്ചി നമുക്കൊരു ഹൗസ് ഹോൾഡ് നെയിമാണ്. റിയാലിറ്റി ഷോയിലൂടെ, പിന്നെ അതിനുശേഷം സീരിയലിൽ, സിനിമയിൽ, അങ്ങനെ ഒരുപാട് വേദികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്. UAE പ്രവാസികളോട് നിറഞ്ഞ സ്നേഹത്തോടെ മഞ്ജു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പെരുന്നാളല്ലേ, പിന്നെ അളിയൻസ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അളിയൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ടെങ്കിലും ഷാർജയിൽ ഇത് ആദ്യമായിട്ടാണ്. ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം കൗമുദി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. കാരണം മുമ്പോട്ട് പോയത് കൗമുദി തന്ന പൈസ കൊണ്ടാണ്. സോ കൗമുദിയുടെ ഒരു വേദിയിൽ ഇതേപോലെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര പ്രൗഡും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട ഷാർജയിലെ എല്ലാ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളോടും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ദ വെരി ടാലന്റഡ് സൗമ്യ ഭാഗ്യനാഥൻ. സൗമ്യയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ് അളിയൻസ് ടീമിൽ നിന്നും. ഫസ്റ്റ് എൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞതിന് ഞാൻ സൗമ്യ ഭാഗ്യൻ പിള്ളയാണ്. ഒരു കുഴപ്പമില്ല, സാരമില്ല. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു ടീമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. ചേച്ചി പറഞ്ഞ പോലെ അതും നമ്മുടെ അളിയൻസ്, നമ്മുടെ കൗമുദി ഫാമിലിയുടെ കൂടെ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.